റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സംഗതി കൺഫേംഡ് ആയിരിക്കുന്നു. ബെല്ലിംഗാമിൻ്റെ ഷോൾഡർ ഇഞ്ചുറി ഇനിയും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അദ്ദേഹം സർജറി ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഇമ്മീഡിയറ്റ്ലി ചെയ്യുന്നില്ല. ക്ലബ്ബ് വേൾഡ് കപ്പ് കഴിഞ്ഞാലുടൻ സർജറിക്ക് വിധേയനാവാനാണ് താരത്തിൻ്റെ തീരുമാനം. 3 മാസക്കാലത്തേക്കെങ്കിലും അദ്ദേഹം പുറത്തിരിക്കുമെന്നാണ് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ കൺഫേം ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ആ വാർത്തയിലേക്കൊന്ന് പോവുകയാണ്. സ്പാനിഷ് മാധ്യമങ്ങൾ മാത്രമല്ല, ദി അത്ലറ്റിക് അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നു. മാരിയോ കോർട്ടെഗാന റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ജൂഡ് ബെല്ലിംഗാം വിൽ അണ്ടർഗോ ഷോൾഡർ സർജറി ആഫ്റ്റർ ദി ക്ലബ്ബ് വേൾഡ് കപ്പ്. ക്ലബ്ബ് വേൾഡ് കപ്പിന് ശേഷം അദ്ദേഹം ഷോൾഡർ സർജറിക്ക് വിധേയനാകും. ഹി വിൽ ബി ഔട്ട് ഫോർ 3 months. 3 മാസക്കാലം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും. ബെല്ലിംഗാം എവിടെ സർജറിക്ക് വിധേയനാകും എന്നുള്ള കാര്യത്തിൽ കൂടി വിശദീകരണം വരുന്നുണ്ട്. സെയിം ക്ലിനിക്ക് ഫെർലാൻ മെൻഡിയും ആൻ്റോണിയോ റൂഡിഗറും എദർ മിലിറ്റാവോയും ഒക്കെ അവരുടെ പരിക്കുകൾക്ക് വ്യത്യസ്ത പരിക്കുകളാണ്. ഒരാൾക്ക് ക്വാഡ്രിസെപ്സിന് പരിക്കായിരുന്നെങ്കിൽ മറ്റൊരാൾക്ക് മെനിസ്കസ് ആയിരുന്നു, പിന്നെ ഒരാൾക്ക് ACL ഇഞ്ചുറി ആയിരുന്നു. ഈ പരിക്കുകൾക്കൊക്കെ ഓപ്പറേഷൻ നടത്തിയിട്ടുള്ള സെയിം ക്ലിനിക്കിൽ അദ്ദേഹം സർജറിക്ക് വിധേയനാകും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട്. എന്തായാലും അത് റയലിനൊരു തിരിച്ചടിയാണ്. ക്ലബ്ബ് വേൾഡ് കപ്പ് അദ്ദേഹം കളിക്കും. അതിനുശേഷമുള്ള സമയം അടുത്ത സീസണിൻ്റെ തുടക്കത്തിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വന്നേക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.